ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഈ പറയുന്ന പീഡനം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളോടുള്ള അതിക്രമം ഇതൊക്കെ ഇവർക്ക് ചെറിയൊരു തമാശ പോലെയാണ് പലപ്പോഴും. അതിലൊന്നും വലിയ കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം പ്രതികരിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനെ നിസ്സാരമായിട്ട്, അതായത് സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ വന്നിട്ടുണ്ട്. അതേ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ അൻസാരിയുടെ പീഡനത്തിന് ഇരയായിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതായത് രേണു അനിൽ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്താണ് പറയാനുള്ളത് ഈ സമയത്ത്? ഇത് കോൺഗ്രസ്സുകാരുടെ അഹമ്മതി കാരണം മരണപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ ഇര എന്ന് പറയുന്നതാവും ശരി. കാരണം വേറൊന്നുമല്ല, ഇതിനു മുമ്പ് 2014 രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതായത് ആര്യാട മുഹമ്മദിന്റെ ഓഫീസിലെ അവിടെ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് തന്നെ വലിയ വിവാദങ്ങൾ, എനിക്കൊന്ന് 14 മറ്റോ ആണെന്ന് തോന്നുന്നു, ആ കാലഘട്ടത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇങ്ങനെ പിന്നെ അതിനുശേഷം NM വിജയൻ, വയനാട്ടിൽ തന്നെ 5ഓളം പേരുന്ന കോൺഗ്രസ് നേതാക്കന്മാർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയും കൊലപാതകങ്ങളും ഒക്കെ ആയിട്ട്, ആത്മഹത്യ എന്ന് തന്നെ പറയുന്നതാണ് കൂടുതൽ ശരി, ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട്? ഇപ്പോൾ IC ബാലകൃഷ്ണൻ അടക്കമുള്ള സുൽത്താൻ ബത്തേരി MLA ഇവരടക്കമുള്ള ഒരുപറ്റം നേതാക്കളുടെ അഹമ്മദിയെ തുടർന്ന് സ്വന്തം മകനെ കൊല്ലുകയും തുടർന്ന്, അതായത് മനോവൈകല്യം ഉണ്ടായിരുന്ന തൻ്റെ മകനെ കൊന്ന് സ്വയം മരണപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു ഈ NM വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തി ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരു വലിയ ചരിത്രം ഉറങ്ങുന്ന പാർട്ടി തന്നെയാണ് ശരിക്കും ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറയേണ്ടി വരും. അതിലിപ്പോൾ നമുക്കറിയാം, വളരെ സിമ്പിളായി ഒരു പെണ്ണിനോട് നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മാത്രം മതി എന്ന് പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ നമുക്കറിയാം. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസ്സിൽ ഇല്ല എന്ന് പറഞ്ഞാലും കോൺഗ്രസ്സുകാരെ തന്നെയാണ് അയാളുടെ പിന്നിലുള്ളതെന്നും അയാൾ തന്നെ കോൺഗ്രസ് പാർട്ടിയായി മാറിയിരിക്കുകയാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പോൾ ഇതൊരു എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ മുഹമ്മദ് സുഹൈൽ അൻസാരി അങ്ങനെ എന്താണെന്ന് തോന്നുന്നു അല്ലേ, ഈ പറയുന്ന ചെറുപ്പക്കാരൻ ഒരുമിച്ച് ഒരു സ്കൂളിൽ പ്രവർത്തിക്കുകയാണ് ഈ പെൺകുട്ടിയോടൊപ്പം, രേണു എന്ന് പറയുന്ന. അപ്പോൾ അവരവിടുത്തെ റിസപ്ഷനിസ്റ്റും ഇയാളവിടുത്തെ PR മറ്റുമാണ്. അപ്പോൾ അവരൊരുമിച്ച് ജോലി ചെയ്യുന്ന സമയത്ത് രാത്രി കാലങ്ങളിൽ ഇയാൾക്ക് എന്തോ മതിഭ്രമം ബാധിക്കുന്ന രീതിയിൽ ആ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയച്ചുകൊണ്ട് ഫോട്ടോകൾ ആവശ്യപ്പെടുക, പിന്നെ തനിക്ക് വഴങ്ങിത്തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുക. എന്ന് വെച്ചാൽ ഒരുമാതിരി കാമോത്സുകമായി കാമക്കണ്ണോടുകൂടി ഒരു സഹപ്രവർത്തകയെ നോക്കുന്ന ഒരാളായി അയാൾ മാറുന്നു. ഇനി ഇതിനകത്ത് എന്ത് തന്നെ പറഞ്ഞാൽ, ഇപ്പം അത് ഒടുവിൽ ഇത് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുക. ഇതാണ് അവർ ചെയ്ത ഒരു കാര്യം. പലതവണ പ്രിൻസിപ്പാളിനടക്കം കംപ്ലൈൻറ്റ് ചെയ്തു, എന്നിട്ട് എന്താ ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഒരു കുടുംബിനിയായ ഒരു യുവതിക്ക് സംഭവിക്കേണ്ടി വരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ തൊഴിലിടങ്ങളിൽ രാഷ്ട്രീയത്തിൻ്റെ മറ പറ്റിക്കൊണ്ട് പലരും ആ മുഖംമൂടി എടുത്ത് അണിഞ്ഞുകൊണ്ട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ, ഇപ്പോൾ രാധ എന്ന് പറയുന്ന ഒരു സ്ത്രീക്കും ഇത് തന്നെയാണ് സംഭവിച്ചത്. അങ്ങനെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പോകുന്ന വഴിയിൽ ഒരു സ്ത്രീയെ പിടിച്ചു നിർത്തി അവരെ കൊന്ന് സ്വന്തം വീടിൻ്റെ സൈഡിൽ കുഴിച്ചിട്ടു. ഇതും പിന്നീട് വാർത്തയായി മാറുന്നുണ്ട്. അപ്പം അങ്ങനെ നിരവധിയായ കൊലപാതകങ്ങളും നിരവധിയായ കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ആത്മഹത്യയുടെ കാരണങ്ങളുമായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ മാറുന്നുണ്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇവർക്ക് സ്ത്രീകൾ, ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഇനിയിപ്പം നാളെ നമ്മുടെ പരിചയത്തിലുള്ള ഒരു യൂത്ത് കോൺഗ്രസ് ഒരു കോൺഗ്രസിലേക്കോ KSUയിലേക്കോ ഒക്കെ ഒരു പെൺകുട്ടി ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ രണ്ടാമതൊന്ന് ആലോചിക്കും എന്ത് സുരക്ഷിതത്വമാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത്. നമുക്കറിയാം, സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യുവതി എഴുതി കൊടുത്ത പരാതിയിന്മേൽ കേരളത്തിലെ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുണ്ടായിരുന്നു. ആലോചിച്ച് നോക്കിയാൽ മതി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതി എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന ഒരു കേസ് തന്നെയായിരുന്നു സോളാർ കേസ്. ആ സോളാർ കേസിലെ മുഖ്യപ്രതിയായ ഒരു സ്ത്രീ ഒരു കത്ത് എഴുതി കൊടുത്തപ്പോൾ ആ കത്തിനുള്ളിൽ എത്ര കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരുണ്ടായിരുന്നു എന്ന് ആലോചിച്ചു നോക്ക്. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ട് സംഭവിക്കും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക്? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നാളെ ഇവർ അധികാരത്തിലേക്ക് കയറുകയാണ്. ഈ പറയുന്ന പലരും ഇയാളവിടെ മത്സരിക്കുകയും ചെയ്ത ഒരാളാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളാണ് ഈ പറയുന്ന അൻസാരി. ഇയാൾ നാളെ ഒരു ഘട്ടത്തിൽ ഇയാൾ MLA ആയിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മൾ ആലോചിച്ച് നോക്കൂ. ഒരു MLA അല്ലെങ്കിൽ ഒരാളെ MLA ആക്കിയതിൻ്റെ ഗുണഗണങ്ങൾ നമ്മൾ അറിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. അതിൻ്റെ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അതായത് അയാളുടെ പവർ ഉപയോഗിച്ചുകൊണ്ട് അയാളുടെ രാഷ്ട്രീയത്തിൻ്റെ ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ട് രാഷ്ട്രീയക്കാരനായി നിന്നുകൊണ്ട് അയാൾ ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകരടക്കമുള്ള സ്ത്രീകളോട്, സാഹിത്യകാരികളോട്, അതോടൊപ്പം തന്നെ ഷഹനാസിനെ പോലുള്ള ആളുകളോടൊക്കെ പെരുമാറിയതിൻ്റെ ഒരു രീതി നമ്മൾ ആലോചിച്ച് നോക്കൂ.
അവരെയൊക്കെ പച്ചയ്ക്ക് ക്ഷണിക്കുകയാണ്. അവരുടെ ഫേസ്ബുക്കിലേക്കും അവരുടെ ഇൻസ്റ്റയിലേക്കും അവരുടെ ടെലഗ്രാമിലേക്കും നിരന്തരം മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു, അവരുമായിട്ട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നു. ഗൾഫിലുള്ളവരോട്, ബാംഗ്ലൂരിലുള്ളവരോട്, സ്വന്തം പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാരോട്, അവരുടെ മക്കളോട്, അല്ലെ, പാർട്ടി പ്രവർത്തനം എന്നുള്ളത് ആയുധമാക്കിക്കൊണ്ട് അവരങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഈ പറയുന്ന സുഹൈൽ അൻസാരി എന്ന് പറയുന്ന ഒരാൾ. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കണം, അല്ലെങ്കിൽ ഒടുവിലത്തെ ഇരയെ നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിൽ തന്നെയും അങ്ങനെ ആകണമെന്നാണ് നമ്മൾ ആശിക്കുന്നത്. എത്രയോ കേസുകൾ പുറത്തു വരാത്തുണ്ടോ ഈ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഈ തോന്നിവാസത്തിന്റെ പലത്? എത്രയോ എണ്ണം കാശ് കൊടുത്ത് തീർപ്പാക്കിയിട്ടുണ്ടാവാം. പുറത്ത് വന്നതിന് പോലും എന്ത് നടപടി എടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വം? ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇവിടെ ആകെപ്പാടല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു. അത് വാർത്തയായതുകൊണ്ടും ഈ പറയുന്ന പരാതി ഉയർത്തിക്കൊണ്ടുവന്ന യുവതി വി ഡി സതീശിന്റെ പറവൂർ എന്ന് പറയുന്ന മണ്ഡലമായ പറവൂരിലുള്ള ഒരു യുവതി ആയതുകൊണ്ടുമാണ്. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ പറവൂർ സ്വദേശിനിയാണ്. അവർ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, ഞാൻ പലപ്പോഴും ഇക്കാര്യം വി ഡി സതീശനോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പിതൃതുല്യനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വി ഡി സതീശൻ അങ്ങനെ ഒരു നീക്കത്തിന് മുതിർന്നത്. അല്ല, ഇത് ഒരു അറിയപ്പെടാത്ത സാധാരണക്കാരിയായ ഈ പറയുന്ന രേണുവിനെ പോലുള്ള ഏതെങ്കിലും ഒരു സാധാരണ വീട്ടിൽപ്പെട്ട ഒരു യുവതി ആയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നതെങ്കിലോ എന്തായിരിക്കും ഇവരുടെ ഈ നടപടി? തിരിച്ചറിയാനേ പോകുന്നില്ല. ഇത് വാർത്തയാവുന്നു, പോകുന്നു, കഴിഞ്ഞു. ഇത് ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ആ വാർത്ത അവസാനിച്ചു, ആ വാർത്ത തീർന്നു. അതിന്റെ അലയൊലികൾ ഇപ്പൊ കേൾക്കാനില്ല. ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങൾ അവനെ വാഴ്ത്തിപ്പാടുകയാണ് ചെയ്യുന്നത്. അതായത് കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്നും ഇവനെ പുകഴ്ത്തിയടിക്കുക. എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന സത്യാവസ്ഥ? പോരുവഴി എന്ന് പറയുന്ന സ്ഥലത്താണ്, കൊല്ലം ജില്ലയിൽ കടമ്പനാട് സ്കൂളിലോ മറ്റോ ആണെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമുക്കുള്ളത്. രാഹുൽ മാങ്കൂട്ടം ഒരു വശത്ത് രക്ഷപ്പെട്ട് നടക്കുന്നു, അൻസാരിയെ പോലുള്ള രക്ഷപ്പെട്ട് നടക്കുന്നു. ഇനി വേറൊരു മറുപുറമുണ്ട്. നവീൻ ബാബു എന്ന് പറയുന്ന ഒരാളുടെ മരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ എത്രത്തോളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, എത്രത്തോളം അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതായത് പി ദിവ്യ എന്ന് പറയുന്ന ഒരു അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു നേരത്തെ, എന്നാൽ അവർ മോശമായിട്ട് പെരുമാറുക ഒന്നും ചെയ്തിട്ടില്ല. അവിടെ ഇരുന്നുകൊണ്ട് ഇയാൾ അഴിമതിക്കാരനാണ് എന്ന് സൂചിപ്പിക്കാൻ തരത്തിൽ ഒരു വാക്ക് പറഞ്ഞതിന് ശേഷം പി ദിവ്യ ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അയാളെ മാനസികമായി പീഡിപ്പിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല, അയാളെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അഴിമതിക്കാരനാണ് എന്നുള്ള ഒരു വ്യംഗ്യാർത്ഥത്തിൽ ഇവർ പറഞ്ഞിട്ട് ഇവരങ്ങ് ഇറങ്ങി പോകുന്നു. ADM അവിടുന്ന് സ്ഥലം മാറി പ്രൊമോഷനോട് കൂടി അവർ സ്വന്തം നാട്ടിലേക്ക് വരാതിരിക്കുകയാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? കയറി തൂങ്ങി മരിച്ചു. അതിന്റെ പേരിൽ ഈ പി ദിവ്യക്കെതിരായി എടുത്തിട്ടുള്ള ആക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. പി ദിവ്യ ഒളിവിൽ പോകേണ്ട അവസ്ഥ വന്നു. ഒളിവിൽ പോകുന്നു. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി എന്തെല്ലാം കഥകൾ ഇവിടുത്തെ മാധ്യമങ്ങളടക്കം പി ദിവ്യയെ എടുത്ത് തേജോവധം ചെയ്യുകയായിരുന്നു, നമുക്ക് വേണേൽ പറയാം. ഏതെല്ലാം തരത്തിൽ ഇപ്പോഴും ആ വേട്ട തുടരുകയാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു, കേസുകൾ പോകുന്നു. എന്നിട്ട് എന്തായി? ആ കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പി ദിവ്യക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചു, അവരെ തരം താഴ്ത്തി. എന്നിട്ട് പി ദിവ്യ കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ മാറുമെന്ന് വാർത്തകൾ പുറത്തേക്ക് വരുന്നു. അപ്പൊ എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഒരു നടപടി? അയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നതിനപ്പുറത്തേക്ക് വേറെ എന്തൊരു നടപടി പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്രയും കേസുകൾ വന്നിട്ട് പോലും ഈ പൊതുപരിപാടികളിലും പാർട്ടി വേദികളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ വിലക്കാനോ നീ ഇനി മേലെ ആ വഴിക്ക് കണ്ടുപോയെന്ന് പറയാൻ ഇവിടുത്തെ ഏതെങ്കിലും ആർജവമുള്ള ഒരു കോൺഗ്രസ് നേതാവിനെ കൊണ്ട് കഴിഞ്ഞു? ഇവിടെ നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പലപ്പോഴും കോൺഗ്രസ്സുകാരനെ നീട്ടി വിളിക്കുന്ന ഒരാളുണ്ട്, വി ഡി സതീശൻ. ഒരിക്കലെങ്കിലും പറഞ്ഞു നിന്നെ ഇനി മേലാൽ ഈ പാർട്ടി വേദി കണ്ടുപോകരുത് എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കേസ് കഴിയുന്നവരെ ഈ പറയുന്ന പൊതുവേദിയിൽ നിന്ന് മാറി നിൽക്കണം എപ്പോഴെങ്കിലും രാഹുൽ മാവട്ടത്തിനോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. പരസ്യമായി ശാസിച്ചിട്ടുണ്ടോ? ഇല്ല. അയാൾ ചെയ്തു പോയത് കൊടും പാതകമാണെന്നും തെറ്റാണെന്നും ഏതെങ്കിലും ഒരു ചാനലിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇവര്? അത് സംബന്ധിച്ച് ചോദ്യം വരുമ്പോൾ ഈ വി ഡി സതീശനും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കന്മാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ചെയ്യുന്നത്. ഒരു MP, വടകരയിലുള്ള ഒരു MP ഇയാളെ പിന്തുണച്ചുകൊണ്ടാണ് പോകുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട്. എന്താ ഇതിന്റെ അർത്ഥം? ഈ സമയത്തൊക്കെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, എവിടെ സ്ത്രീ സുരക്ഷ? അവര് പറയുന്ന ഈ സ്ത്രീ പ്രാതിനിധ്യം ഏറ്റവും കൂടുതലുള്ള സ്ത്രീ സുരക്ഷ ഞങ്ങൾ 100% ഉറപ്പുവരുത്തുന്ന പാർട്ടി എന്ന് പലപ്പോഴും ഇവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എവിടെ എന്നുള്ള ചോദ്യം ഈ സമയത്തൊക്കെ ഉയർന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് ഈ ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ. പലതവണ മന്ത്രിയായിട്ടുണ്ട്. വൈദ്യുതി വകുപ്പ് അടക്കമുള്ള നിരവധി വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മന്ത്രിയാണ് ആര്യാടൻ മുഹമ്മദ്. ആ ആര്യാടൻ മുഹമ്മദിന്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് സ്റ്റാഫ് ഒരു ആരാധ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കടന്നു പിടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം എന്താണ് സ്ത്രീ സുരക്ഷ ഇവിടെ?
ഈ കോൺഗ്രസ്സുകാർ വാഗ്ദാനം ചെയ്യുന്ന സ്ത്രീ സുരക്ഷ എന്താണ്? സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിന്റെ മകളെ പോലും ഈ രീതിയിൽ പിന്നെ മോശമായ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിലുള്ളത്. ഇപ്പൊ നമ്മൾ മറ്റു ചില ഇതിനെതിരെ പ്രതികരിച്ചാലോ? ഈ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും വനിതാ നേതാക്കന്മാർ പ്രതികരിച്ചു എന്നിരിക്കട്ടെ. കെ രമയുടെ അവസ്ഥ നമുക്കറിയാം. ഒരു RMP നേതാവാണ്. ഈ കെ രമയെ പോലും തൊലിയുരിച്ചു വിടുന്ന രീതിയിലുള്ള ആക്രമണമല്ലേ സൈബർ വിങ്ങുകൾ നടത്തി. അതിനായിട്ടൊരു സൈബർ ടീം ഉണ്ട്. ഇവിടെ അവരുടെ സ്വന്തം നേതാവാണ് PT തോമസ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സുകാരിൽ വെച്ച് കറതീർന്ന ഒരു നേതാവാണ്. എനിക്ക് അദ്ദേഹത്തിനോട് എതിരഭിപ്രായമൊന്നുമില്ല. ആ PT തോമസ് എന്ന് പറയുന്ന നേതാവിന്റെ ഭാര്യ ഉമാ തോമസിനെ അവര് ഈ പറയുന്ന അതിജീവിതയെ പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ സൈബർ ആക്രമണം നടത്തിയില്ലേ? ബിന്ദു കൃഷ്ണ സൈബർ പറയുന്ന പോലെ മോർഫിങ്ങിനെ ഒക്കെ വേണ്ടിയിട്ട് കൂടെ നിന്ന ഒരാളായി പിന്നെ ബിന്ദു കൃഷ്ണ. ആ ബിന്ദു കൃഷ്ണ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശബ്ദിച്ചപ്പോൾ ബിന്ദു കൃഷ്ണയോട് ഉണ്ടായ സമീപനം എങ്ങനെയായിരുന്നു? ഇവരെല്ലാം തെരുവിലിട്ട് തേജോവധം ചെയ്യുന്ന സമീപനമല്ലേ ഈ കോൺഗ്രസിലെ സൈബർ കൂട്ടങ്ങൾ സ്വീകരിച്ചത് അല്ലേ? അപ്പം കുറ്റം ചെയ്യുന്നവൻ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമീപനം കോൺഗ്രസിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാം പണം കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഉപജാപക വൃന്ദം ഇവരുടെ പിന്നിലുണ്ട്. അതിന്റെ ഒരു പിൻബലമാണ് പലപ്പോഴും ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാ തോന്നിവാസങ്ങളും. നമ്മൾ ഉദാഹരണം രാഹുൽ മാങ്കൂട്ടം തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇവിടെ നടത്തിയിട്ടുള്ള വയനാട് ഫണ്ട് തട്ടിപ്പിന്റെ കാര്യം പോലും എല്ലാവരും മറന്നുപോയി. OJ ജനീഷ് പുതിയൊരു അധ്യക്ഷനായി വരുമ്പോഴും OJ ജനീഷ് സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ട് പിരിച്ചെടുത്ത പണം 18 ലക്ഷം രൂപയോളം മുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ആരോപണം നേരിടുന്ന ഒരാളാണ് OJ ജനീഷ്. എന്നിട്ട് പോലും അയാളെ പിന്തുണയ്ക്കാൻ ഇവിടെ കോൺഗ്രസിലെ നേതൃത്വം തയ്യാറായിട്ടുണ്ട്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഒരു സ്ത്രീ അത്യുച്ചത്തിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കോൺഗ്രസ്സുകാരുടെ എല്ലാ മാന്യതയും എന്നുള്ളതാണ്. എന്തിനാ ഈ VD സതീശനെ തന്നെ നമ്മൾ എടുത്തു നോക്കൂ. പക്ഷെ എന്നിട്ടും അവർക്ക് പേടിയൊന്നും ഇല്ലല്ലോ. ഇവർക്കെതിരെ യാതൊരു നടപടി ഉണ്ടാവും പാർട്ടി തലത്തിൽ ഒരു നടപടി ഉണ്ടാവാൻ പോകുന്നില്ല. കുറച്ച് നാൾ ആൾക്കാർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നിർത്തുമ്പോൾ ഇവര് വീണ്ടും കയറി വരും. ഇപ്പൊ നമ്മൾ വേറെ VD സതീശൻ തന്നെ VD സതീശനെതിരായിട്ട് ഒരു പരാതി ഉയർത്തിക്കൊണ്ട്, പരാതി എന്നല്ല, അവർ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരു സ്ത്രീ VD സതീശൻ അങ്ങേരുടെ ആയ കാലത്ത് നടത്തിയിട്ടുള്ള ചില കുൽസിത പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു യുവതി നേരിട്ട് ഫേസ്ബുക്കിൽ ലൈവ് വന്നു. എന്നിട്ട് അവർക്ക് മനോരോഗമാണ് എന്നുള്ള തരത്തിലേക്കാണ് വ്യാപകമായ ഒരു പ്രശസ്തി കൊടുത്തത്. അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ളിലുണ്ട്. പെണ്ണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊൻതൂവല. അവരെ സംബന്ധിച്ച് അതൊരു ക്രെഡിറ്റ് ആണ്. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഇതിന് എത്രയധികം കേസുകളാണ് നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ എത്രയധികം കേസുകൾ വന്നിട്ടുണ്ട്. ഷാഫി പറമ്പലിനെ കുറിച്ച് അങ്ങനെ പെണ്ണ് കേസ് വന്നില്ലെങ്കിലും എല്ലാ പെണ്ണ് കേസിലും ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ഒരാളെന്നുള്ള ഒരു പേര് ദോഷം ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെയുള്ള ആളുകളെ വെച്ചുകൊണ്ടാണല്ലോ ദൈവമേ നാളെ കേരളം കേരളത്തിന്റെ ഒരു മന്ത്രിസഭ രൂപീകരിക്കേണ്ടത് എന്നുള്ളൊരു ആശങ്ക മാത്രമാണ് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാണ് നാളെ ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ഈ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എത്ര നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ? സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞിട്ടിരിക്കും എത്ര വനിതാ നേതാക്കന്മാരുണ്ടെന്നേ. ഒന്ന് ബിന്ദു കൃഷ്ണയുണ്ട്, ജബി മേത്തർ, ദീപ്തി മേരി വർഗീസ്, ഇപ്പം അവിടുത്തെ മേയറായിട്ടിരിക്കുന്ന മിനിമോൾ, ഇങ്ങനെ പറയുന്ന കുറച്ചുപേരേ ഉള്ളൂ. ഇവരാരും തന്നെ ഒരു മുഖ്യധാര എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുന്നില്ല. എന്തുകൊണ്ട് മിനിമോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സഭക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്തു വെച്ച പണിയാണ്. അപ്പൊ ഇവരല്ലാതെ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു വനിതാ നേതാക്കന്മാര് മുഖ്യധാരയിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? ഇല്ല. അവരെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ വീണ നായർ ഉയർത്തിക്കൊണ്ടുവന്നൊരു പരാതിയുണ്ട്. ആ വീണ നായരുടെ പോസ്റ്ററുകൾ ഒട്ടിച്ചില്ല. പോസ്റ്ററുകൾ ഒട്ടിക്കാതെ അതെല്ലാം കൊണ്ട് ചാല കമ്പളത്തിൽ കൊണ്ടുവന്ന് മറിച്ചു വിൽക്കുക ചെയ്ത് തൂക്കി വിറ്റു. അതിനെതിരെ KPCCക്ക് പരാതി കൊടുത്തു. അതിന് ഉത്തരവാദികളായ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? വീണ ജോർജ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ 3ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ എന്നിട്ട് പോലും അത്രയേ ഉള്ളൂ അവർക്ക് വനിതാ നേതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് ലഭിക്കാത്തതിന് പേരിൽ ലതിക സുഭാഷ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് KPCC ആസ്ഥാനത്ത് മുടിമുറിച്ചു. എന്നിട്ട് എന്തുണ്ടായി? ഒടുവിൽ അവർക്ക് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു. ഒരു അനുനയ ചർച്ച പോലും ഉണ്ടായില്ല. ഇതാണ് വനിതാ നേതാക്കളോടുള്ള അപ്രോച്ച്. അതാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ. ഇതിനു മുമ്പ് ഒരു നേതാവ് തന്നെ പുറത്തു വന്ന് പറഞ്ഞല്ലേ ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകൾക്ക് മാത്രമേ കോൺഗ്രസിൽ അവസരങ്ങൾ നൽകുകയുള്ളൂ. ഈ പറഞ്ഞത് CPM-കാരും അല്ല, PK ശ്രീമതി ടീച്ചറല്ല, അല്ലെ ശൈല ടീച്ചറല്ല, അവരാരുമല്ല വന്നിട്ട് പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവ് വന്നിട്ട് പറയുകയാണ്. അപ്പം അവരെ സന്തോഷിപ്പിക്കാനും അവരെ സ്നേഹിക്കാനും അവരുടെ കൂടെ ഉണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ, ആ പവർ ഗ്രൂപ്പിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ. ഇത് തന്നെയാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സുഹൈലിനെ പോലുള്ള നരാധമന്മാർ ശരിക്കും വേട്ടയാടപ്പെടുകയാണ്. ആ സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കൂ, വിവാഹിതയായ ഒരു പെണ്ണിന് രാത്രി കാലങ്ങളിൽ മെസ്സേജ് അയക്കുകയാണ്. ഇങ്ങനെയാണോ മെസ്സേജ് അയക്കുന്നത്? ഒരു സഹപ്രവർത്തകനാണെന്നേ. പലതരത്തിൽ അവർ പറഞ്ഞ ശാരീരികവും മാനസികവുമായ പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പെണ്ണിന്.
ആ ഒരു സ്ത്രീക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഒരു എനിക്കൊരു അമ്മയാണ്, ഒരു ഭാര്യയാണ്, അവരോടാണ് ഈ തോന്നിവാസം കാണിക്കുന്നത്. അതെന്ത് ചെറ്റത്തരമാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ വാക്ക് തന്നെ ഉപയോഗിക്കണം. രാത്രികാലങ്ങളിൽ മെസ്സേജ് അങ്ങ് ഇട്ടോളുക, ആ ഫോട്ടോ വേണം. ഒരു സ്ത്രീ പലതവണ പരാതിപ്പെട്ടു. ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ സ്കൂളിന്റെ അധികൃതർ കൂടി ഞാൻ ഉത്തരവാദിത്തം പറയണം. കാര്യം അവരുടെ ഈ പരാതി കിട്ടിയിട്ട് പോലും ഈ നരാധമനെതിരെ അല്ലെങ്കിൽ ഈ പെണ്ണുപിടിയനെതിരെ ഒരു പരാതി പോലും പെട്ടില്ല. അല്ലെ അവനെ പിടിച്ച് പുറത്താക്കണം. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അതുപോലും ചെയ്യാത്ത സ്കൂൾ അധികാരികൾക്കെതിരെ പോലും നടപടിയെടുക്കണം. നടപടിയെടുത്ത് എങ്കിൽ മാത്രമേ ഈ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് നീതി കിട്ടുകയുള്ളൂ. എന്നാൽ ഇത്രയും അവൻ ഏത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, CPM-കാരന് ആയിക്കോട്ടെ, ഇവിടെ പി പി ദിവ്യക്ക് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് നമ്മളെല്ലാ മാധ്യമപ്രവർത്തകരും അതിനകത്ത് രാഷ്ട്രീയം നോക്കിയല്ല ഒപ്പം നിന്നത്. അവരെ വേട്ടയാടിയതിന്റെ ഒരു കണിക പോലും ശരിക്കും ഇവനെ വേട്ടയാടുന്നില്ല. ഒരു സ്ത്രീ മരിച്ചു പോയിട്ടും, ഒരു സ്ത്രീ ആത്മഹത്യ ഇവൻ കാരണം ആത്മഹത്യ ചെയ്തിട്ട് പോലും. ഇതാണ് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ പൊതുവിലുള്ള ഒരു അവസ്ഥ എന്നാണ് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു കേരള സ്റ്റോറിയൊക്കെ എടുത്താൽ കുറച്ച് ഓടുമെന്ന് എനിക്ക് തോന്നുന്നു.